കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണം, പാരിസ്ഥിതിക ശാസ്ത്രം. സെമിനാർ പ്രബന്ധം. പ്രധാന പ്രശ്നങ്ങൾ: അനാവശ്യമായ ജലം പാഴാക്കൽ, മരം മുറിക്കൽ, കുന്നുകൾ ഇടിച്ചു നിരത്തൽ, അന്തരീക്ഷ മലിനീകരണം, പ്ലാസ്റ്റിക് കത്തിക്കൽ, പുഴ മലിനീകരണം തുടങ്ങിയവയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. അനാവശ്യമായ ജലം പാഴാക്കൽ. അമിതമായുള്ള ജലത്തിന്റെ ഉപയോഗം വരൾച്ചയിലേക്ക് നയിക്കുന്നു. പൈപ്പുകൾ പൊട്ടിപ്പോകുമ്പോഴും അശ്രദ്ധമായി പൈപ്പ് തുറന്നിടുമ്പോൾ ജലം നഷ്ടമാകുന്നു. മരം മുറിക്കൽ. മരങ്ങൾ അമിതമായി മുറിക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശുദ്ധമായി ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നു. മണ്ണൊലിപ്പ് കൂടുകയും കുന്നുകൾ നഷ്ടമാകുകയും ചെയ്യുന്നു. കെട്ടിടങ്ങളും മറ്റും പണിയാനായി മുറിക്കുമ്പോൾ കാടുകൾ നഷ്ടപ്പെടുന്നു. ഭാവി തലമുറയ്ക്ക് മരങ്ങളെയും കുന്നുകളെയും കാടുകളെയും എല്ലാം ചിത്രങ്ങളിലൂടെ കാണേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുന്നുകൾ ഇടിച്ചു നിരത്തൽ. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് വഴി നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ മാറുന്നു. പല ജീവജാലങ്ങളും അവയുടെ കൂടുകളും സൂക്ഷ്മജീവികളും എല്ലാം നഷ്ടമാകുന്നു. പല മൃഗങ്ങളും സസ്യങ്ങളും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണം. വാഹനങ്ങളിൽ നിന്നുള്ള പുക നല്ല രീതിയിൽ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും ഒരു വാഹനം എന്നതിലുപരി വീട്ടിലെ ഓരോ അംഗത്തിനും ഓരോ വാഹനം എന്നതാണ് കണക്ക്. ഇത് അപകടങ്ങൾ മാത്രമല്ല കൂട്ടുന്നത്, അന്തരീക്ഷത്തെയും താറുമാറാക്കുന്നു. പരമാവധി വാഹനങ്ങൾ ഉപയോഗിക്കാതെ, അതായത് ദൂരം അധികമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നടന്നു പോകുവാനും പരമാവധി സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും വഴി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാക്കാനും ശ്രമിക്കാം. പ്ലാസ്റ്റിക് കത്തിക്കൽ. പ്ലാസ്റ്റിക് കത്തുമ്പോഴുണ്ടാകുന്ന പുക പലതരം അസുഖങ്ങൾക്ക് വഴിതെളിക്കുന്നു. അത് കത്തിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ ശ്വാസകോശ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾക്കും കേടുപാട് പറ്റുന്നു. ആവശ്യമില്ലാതെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കത്തിക്കാതെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗം നാം കുറയ്ക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മണ്ണിൽ അലിയാത്തതുകൊണ്ട് തന്നെ അവ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെയും നശിപ്പിക്കുന്നു. പുഴ മലിനീകരണം. പുഴയിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ മീനുകൾക്കും പുഴയിൽ ജീവിക്കുന്ന സസ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും നാശം സംഭവിക്കുന്നു. പുഴയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അടിഞ്ഞുകൂടി പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും വരുന്ന മലിനജലം പുഴയിലേക്ക് ഒഴുകുമ്പോൾ പുഴ മലിനമാകുന്നു. പരിഹാരമാർഗങ്ങൾ: ജലം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പാഴാക്കാതെ ഉപയോഗിക്കണം. മഴവെള്ള സംഭരണികൾ പോലുള്ളവ നിർമ്മിച്ച് ജലത്തെ പരമാവധി ശേഖരിക്കാൻ ശ്രദ്ധിക്കണം. വരൾച്ചയുടെ കാലത്ത് അത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി മരങ്ങൾ മുറിക്കാതെ അതിനു പകരം പരമാവധി ഇരുമ്പും കോൺക്രീറ്റും ഉപയോഗിക്കണം. മാത്രമല്ല, ഓരോ മരങ്ങൾ മുറിക്കുമ്പോഴും വേറെ ഒരു മരം നിർബന്ധമായും നട്ടുപിടിപ്പിക്കണം. ഓരോ വീട്ടിലും ഒരു മരമെങ്കിലും നടണം. സ്ഥലമില്ലെങ്കിലും ഇപ്പോൾ ഡ്രമ്മിലും മറ്റും അവ സാധ്യമാണ്. അതുവഴി നമ്മുടെ തലമുറയ്ക്ക് ശുദ്ധമായി ലഭിക്കുന്നതിനും ഭാവിയിൽ വൃക്ഷങ്ങളിൽ നിന്ന് പഴങ്ങളും മറ്റും ലഭിക്കുന്നതിനും സഹായകമാകുന്നു. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങൾ സഹായിക്കുന്നു. പല പരിസ്ഥിതി പ്രശ്നങ്ങളെയും നേരിടാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് മരങ്ങൾ. അതുകൊണ്ട് തന്നെ മരങ്ങൾ വെട്ടാതിരിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. വീടുകളും റിസോർട്ടുകളും ഒക്കെ പണിയാൻ വേണ്ടി കുന്നുകൾ ഇടിച്ചു നിരത്താതിരിക്കുക. അത് നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കും. അതിലെ മൃഗങ്ങളും മരങ്ങളും സൂക്ഷ്മജീവികളും നശിക്കുന്നു. കുന്നുകൾ നശിപ്പിക്കുന്നത് വഴി മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. വീടുകളും റിസോർട്ടുകളും എല്ലാം പണിയാൻ കുന്നുകൾ തേടി പോകാതെ പരമാവധി നിരപ്പായ പ്രദേശങ്ങളിൽ അവ പണിയാൻ ശ്രദ്ധിക്കുക. നമ്മൾ അന്തരീക്ഷ മലിനീകരണം തടയാൻ വേണ്ടി പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് സൈക്കിളുകളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിച്ചാൽ പ്രകൃതിക്ക് അത് ദോഷകരമാകുകയില്ല. മാത്രമല്ല, ഇന്ധനക്ഷാമത്തിനും ഇത് പരിഹാരമാണ്. പ്ലാസ്റ്റിക് കത്തിക്കാതെ തരംതിരിച്ച് ഹരിതകർമ്മ സേനാ വിഭാഗങ്ങൾക്ക് കൊടുക്കുക. ഇത് കത്തിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യവും
ഭൂമിക്ക് സംരക്ഷണവുമാണ്. പുഴയിലും മറ്റും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, കാരണം അത് പുഴയിലെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രകൃതിയെയും ഭൂമിയെയും പുതുതലമുറയെയും രക്ഷിക്കാം. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ റീസൈക്കിൾ ചെയ്യാം. പ്രകൃതി സൗഹാർദ്ദമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. ഇന്ന് നമുക്കറിയാം, കാലാവസ്ഥയിൽ സമൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മഴയാണെങ്കിൽ തീവ്രമായ മഴ, ചൂടാണെങ്കിൽ കനത്ത ചൂട്. ഒരു ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴേക്കും വെള്ളപ്പൊക്കം വരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിന്. എന്നാൽ ചൂടാണെങ്കിലോ വരൾച്ചയും. ഈ കാലാവസ്ഥയിലെ മാറ്റത്തിന് കാരണം ഞാൻ മേൽപ്പറഞ്ഞ മനുഷ്യന്റെ പ്രവർത്തികൾ തന്നെയാണ്. ഇവ പരമാവധി നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം.